സർ, നമുക്കറിയാം ഏകദേശം 47 ലക്ഷത്തിനടുത്താണ് മലപ്പുറം ജില്ലയുടെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പലപ്പോഴായി ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മലപ്പുറം ജില്ല വിഭജിച്ച് രണ്ടാക്കണം എന്നുള്ളതാണ്. ഈ രീതിയിൽ ജനസംഖ്യാ പെരുപ്പം മലപ്പുറം ജില്ലയിൽ ഉണ്ടായത് പ്രത്യേകമായ എന്തെങ്കിലും ഒരു അജണ്ടയുടെ പുറത്താണോ എന്ന സംശയം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം? ഈ മലപ്പുറം ജില്ല രണ്ടാക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഉദ്ദേശത്തിൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നല്ലൊരു ഉദ്ദേശമാണെങ്കിൽ ആ പറയുന്ന രീതി ഇതല്ല. ഇവിടെ ജില്ല രണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേന്ദ്രം തന്നെ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നുണ്ട്. ആ നിയമത്തിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ MP-മാരുടെ എണ്ണം കൂടും, MLA-മാരുടെ എണ്ണം കൂടും എന്നതിന് യാതൊരു സംശയവും വേണ്ട. അതിന് ആ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ജില്ലകളുടെ എണ്ണം കൂട്ടണമെന്നോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടണമെന്നോ എവിടെയും പറയുന്നില്ല. ഇവിടെ ഇപ്പോ സംഭവിക്കുന്നത് എന്താണ്? മലപ്പുറം ജില്ല രണ്ടാക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. ഈ മലപ്പുറം ജില്ലയ്ക്ക് ഒരു ചരിത്ര പാശ്ചാത്തലമുണ്ട്. അതും കൂടി നമ്മൾ നോക്കണം. പണ്ടത്തെ ഒരു തീവ്രവാദിയുണ്ട്. എന്താണ് ആ ആചാര്യരുടെ പേര്? അദ്ദേഹം ഈ മലപ്പുറം ജില്ലയിലെ എലംകുളം പ്രദേശത്തെ ഭരണാധിപനായി മലയാള രാജ്യം എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് അവിടുത്തെ രാജാവിനെ പോലെ വാഴാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ കുറിച്ച് ഒരു സിനിമ വരെ പിടിച്ച് പുറത്തിറങ്ങി, ഈ പുഴയും കിടന്ന് പറഞ്ഞ് രാമസിംഹ സിനിമ വരെ ഇറക്കിയിട്ടുണ്ട്. ആ തീവ്രവാദിയായ ആ ഭരണാധികാരിയും അന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു പ്രദേശം വേറെയാക്കി മാറ്റണമെന്ന് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് വേറെ രൂപത്തിൽ ഇപ്പോ അതേ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അത് തന്നെ പറയുന്നു. വാരിയംകുന്ന് ഹാജി, അയാളുടെ പേര് ഇപ്പൊ ഓർത്തു വന്നു. അപ്പോ ആ വാരിയംകുന്ന് ഹാജി അന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇന്ന് മുസ്ലിം ലീഗ് നേരിട്ട് തന്നെ ചോദിക്കുന്നു. ഈ വാരിയംകുന്ന് ഹാജിയുടെ സ്മാരകം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ എവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഈ വാരിയംകുന്ന് ഹാജി എന്തായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലോ അല്ലെങ്കിൽ ഇവിടേക്കോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ദൂർഗണർ കേട്ടിട്ടുണ്ടോ? അത് ഈ പറയുന്ന സ്ഥലത്താണുള്ളത്. അവിടെ പോയി ആ നാട്ടിലുള്ള മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അതിന്റെ കഥ പറഞ്ഞു തരും. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ മലപ്പുറം ജില്ല രണ്ടാക്കുക, അതായത് മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് മലപ്പുറം എന്ന പേരിൽ ഒരു ജില്ലയും, ഈ ഭാഗത്ത് തിരൂരങ്ങാടി, പൊന്നാനി, താനൂര് ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം, തിരുനാവായ ഈ ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തിരൂരങ്ങാടി ജില്ലയും ഉണ്ടാക്കണമെന്നാണ് ഇപ്പോ അവരൊരു പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്, അതിൽ മുന്നിലോട്ട് ഇറക്കി വിട്ടിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിനെയാണ്. പക്ഷെ അവരത് പറയുമ്പോഴും ഇവരുടെ ബാക്കിൽ ഇരിക്കുന്ന മുസ്ലിം നേതാക്കൾ തന്നെയാണ്. അവര് മൗനം മടിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലേ എന്ന മാതിരി അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ആവശ്യം മലപ്പുറം 2 ജില്ലയാക്കുക എന്ന് തന്നെയാണ്. ഇനി നമ്മളൊരു ചരിത്രം കൂടി നോക്കാം. ആദ്യമായിട്ട് മുസ്ലിം ലീഗ് ഇവിടെ ഒരു 12 MLA-യുമായി ഒരു മന്ത്രിസഭയിൽ ചേരുന്നത് EMS മന്ത്രിസഭയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മന്ത്രിസഭയിൽ അവർ മുസ്ലിം ലീഗിന്റെ ലേബലിൽ വന്ന് ചേർന്നിട്ട് അന്ന് തന്നെ ആദ്യം അവർ നേടിയെടുത്തു മലപ്പുറം ജില്ല, മുസ്ലിം ജില്ല. അത് EMS ഉണ്ടാക്കി കൊടുത്തു. ആ EMS, അതായത് CPM അവരെ കഷ്ടത്ത് വെച്ച് നടക്കുമ്പോഴാണ് കോൺഗ്രസ് അവർക്ക് അതിലും വലിയ ഓഫറുകൾ കൊടുത്ത് അവിടുന്ന് ചാടിച്ചു കൊണ്ടുപോയി. പിന്നെ UDF-ലാണ് കാലാകാലങ്ങളായിട്ട്. അപ്പോ ഈ CPM എന്ത് ചെയ്തു? ഈ മുസ്ലിം ലീഗിനെ പിളർത്തിയിട്ട് വേറൊരു എന്താണ് നാഷണൽ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ചെറിയ ഭാഗത്തിന് അടർത്തി കൊണ്ടുപോയി. എന്നെല്ലാം ഫുൾ
സെറ്റ് മുസ്ലിം ലീഗിനെ അടർത്തി കൊണ്ടുപോകാൻ ഇന്നും പറ്റിയിട്ടില്ല. കാരണം കോൺഗ്രസ് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ ഇങ്ങനെ ഒട്ടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. സത്യത്തിൽ സ്വന്തം കാര്യം നോക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യവും ഈ മുസ്ലിം ലീഗിനില്ല. അതാണല്ലോ മുസ്ലിം ലീഗ് നേതാവായ ഷാജി പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രധാനം മതമാണ്, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് സാംസ്കാരികമായി പ്രവർത്തിക്കാനുള്ളൂ. ഞങ്ങൾക്ക് വലുത് ഞങ്ങൾ മതമാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്. അതിനെ എതിർത്ത് പറയാൻ മുസ്ലിം ലീഗിന്റെ നേതാവായ പാണക്കാട് തങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ ഓപ്പണായി പറയാൻ വന്നിട്ടില്ല. അപ്പോ അവരും അതിന് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ജില്ല 2 ജില്ലയാകുമ്പോൾ അല്ലെങ്കിൽ 3 ജില്ലയാകുമ്പോൾ ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ ജില്ലയ്ക്കുമാണ് കൊടുക്കുക, ജനങ്ങളെ നോക്കിയിട്ടല്ല അതിന്റെ ആ ഷെയർ കൊടുക്കുന്നത്. അപ്പൊ 2 ജില്ലയായിട്ട് അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് ഇപ്പോൾ അവർ കണ്ടെത്തുന്നത്. പക്ഷെ ബാക്കിയുള്ള ചെറിയ ജില്ലക്കാരുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? ഇവിടെയും എല്ലാ ജില്ലയും 2 ആക്കിക്കോട്ടെ. പാലക്കാട് ജില്ല വലുതാണ്, മലപ്പുറം മാരി തന്നെയാണ്, അത് 2 ആക്കിക്കോട്ടെ. അപ്പൊ ഇവര് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം പോയി കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ നാശമാണെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കുക. യാതൊരു കാരണവശാലും ഈ മുസ്ലിം ലീഗ് തന്നെയാണ് ഇന്ത്യയെ 2 ആക്കിച്ചത്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് മുറിച്ചു കൊണ്ടുപോയത് ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ്. ഇതേ പതാക വെച്ച ഇതേ പാർട്ടി തന്നെയാണ് അന്ന് മുറിച്ചു കൊണ്ടുപോയത്. അത് ഓർക്കുക, അതാരും മറന്നിട്ടില്ല. അതേ പതാക കയ്യിൽ പിടിച്ച് അതേ ആൾക്കാർ തന്നെയാണ് ഇന്ന് വീണ്ടും മലപ്പുറം ജില്ല മുറിക്കണം, ഇനി കുറച്ചു കഴിഞ്ഞാൽ അവർ കേരളം തന്നെ മുറിക്കണം എന്നും പറയും. അതിനുവേണ്ടി കുറെ ജില്ലകൾ ഉണ്ടാക്കി തുടങ്ങുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഭരണത്തിലിരിക്കുന്നവർ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് ഭാവിയിൽ വലിയൊരു പുഴുക്കുത്ത് തന്നെയായി മാറും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ തുടക്കത്തിൽ തന്നെ മുറിച്ച് നുറുക്കി കളഞ്ഞില്ലെങ്കിൽ ഇവർ ഇവിടെ അവരുടെ ചരടിൽ കെട്ടി വലിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന മുഖ്യമന്ത്രിയെ തന്നെ അവർ കസേരയിൽ കൊണ്ടുവന്നിരുത്തും. യാതൊരു സംശയവും വേണ്ട. അത് തന്നെ ആയിരിക്കും ചിലപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ ഇവിടെ മലപ്പുറം ജില്ല 2 തരാം എന്ന് പറഞ്ഞ് ഈ വാനരന്മാരായി കളിക്കുന്ന ആരെങ്കിലും ഇവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തിൽ ഇലക്ഷന്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല, അധികാരം കിട്ടുമെന്നുള്ളൊരു തോന്നൽ, ഒരു സ്വപ്നം വന്നപ്പോഴേക്കും ഇവിടെ മലപ്പുറം ജില്ല 2 എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ഈ വാനരന്മാരിൽ ആരോ ഒരുത്തൻ ഞാൻ അത് ശരിയാക്കി തരാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാനരനെ പിടിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലപ്പോൾ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയും ആക്കിയെന്ന് വരാം. അത് ഇവിടെയുള്ള എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ കാണണം, കണ്ട് നോക്കിയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, എന്തായാലും മലപ്പുറം ജില്ലയെ 2 വിഭജിക്കണം എന്ന ആവശ്യം ശക്തമാക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ്. എന്തായാലും യൂത്ത് ലീഗിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ മുസ്ലിം ലീഗ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലൊരാവശ്യം ഇതിനു മുൻപും മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴിതാ പ്രത്യക്ഷ സമരത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് യൂത്ത് ലീഗിനെയാണ്. മുസ്ലിം ലീഗിന്റെ ഈ ഒരു ആവശ്യം പരിഗണിക്കപ്പെടുമ്പോൾ മുൻകാല ചരിത്രങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യ എങ്ങനെ വിഭജിക്കപ്പെട്ടു, ഇന്ത്യയിൽ പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതേ നിലപാട് തന്നെയാണ് കേരളത്തിൽ ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ വലിയൊരു വരഹളയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ഈ രീതിയിൽ 47 ലക്ഷം ജനത നിലവിൽ മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവരുടെ ഈ ജനസംഖ്യാ വർധനവിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ അവർക്ക് സൗകര്യമുള്ള രീതിയിലേക്ക് മലപ്പുറം ജില്ലയെ എങ്ങനെ മാറ്റാം എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നൊരാവശ്യം മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.